വീഡിയോയിൽ എടുക്കാനാണോ? നിങ്ങൾ അതും കൂടി എത്തി കാണിക്കും. വീഡിയോ ഒന്നും ഇവിടെ ഇടണ്ട കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. കുറച്ച് ഡീപ്പായിട്ട് തന്നെ അല്ലെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ദിവസമായിട്ടുള്ള അമ്മുവിൻ്റെ ആ ഒരു വേദനയ്ക്ക് ഒരു ആശ്വാസമായിട്ടുണ്ട്. ഈ പെയിനും കൊണ്ട് കുറേ ദിവസമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏതായാലും സമാധാനമായി. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോകാൻ പോകുന്നത്, അതായത് അമ്മു കുറച്ച് കോളേജസിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ആ കോളേജിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ കിട്ടട്ടെ. സ്കൂളിൽ എന്ന് പറഞ്ഞാൽ മടുത്തു, നല്ല പട്ടിപ്പണിയാണ്, ചത്ത് പണി എടുപ്പിക്കും നമ്മളെ കൊണ്ട്. സോ ഒന്ന് മാറ്റി ചിന്തിക്കാം. കോളേജ് ആകുമ്പോൾ അത്രയ്ക്ക് ഹെക്റ്റിക് ആകില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കോളേജിൽ ആപ്ലിക്കേഷൻ കൊണ്ടു കൊടുക്കാൻ പോകുന്നത്. ഒരു 6 കോളേജസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, റൂട്ട് മാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യണം ഉച്ചയ്ക്കുള്ളിൽ. അങ്ങനെ രണ്ടാമത്തെ കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു വലിയ കോളേജാണ്. ഇനി ഒരു 4 കോളേജും കൂടി ഉണ്ട് ടോട്ടലായിട്ട് കൊടുത്ത് തീർക്കാനായിട്ട്. അതും കൊടുത്ത് തീർത്ത് കഴിഞ്ഞാൽ നേരെ പോവാം പഴയ സ്കൂളിലേക്ക് തന്നെ. അങ്ങനെ ഈ വലിയ കോളേജിലും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അവർ വേക്കൻസി വരുമ്പോൾ വിളിക്കാം, ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട്. അങ്ങനെ പോയി ഞങ്ങളിപ്പോൾ ഇതാ 5-6 സ്കൂൾ കഴിഞ്ഞു. സ്കൂളല്ല, കോളേജസ് കഴിഞ്ഞു. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. 6ാമത്തെ സ്കൂളല്ലേടാ അത്? 6ാമത്തെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ അവസ്ഥ ഞാൻ അവിടെ പോയതിനു ശേഷം അറിയാം, വേക്കൻസി ഉണ്ടോ ഇല്ല എന്നൊക്കെ ചെന്നതിന് ശേഷം അറിയാം. സ്കൂളിൽ നിന്നാണ് വായിൽ വരുന്നത്, പക്ഷേ കോളേജാണ്. അങ്ങനെ 5-6 കോളേജിൽ കൊണ്ടുപോയി അപ്ലിക്കേഷനൊക്കെ കൊടുത്ത് തിരിച്ച് വന്നപ്പോഴേക്ക് 12:30 കഴിഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് ഒരേ ഒരു കോളേജ് മാത്രം കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയില്ല, കാരണം അത് മിസ്സായി. റൂട്ട് മാപ്പ് ഇട്ട് സെറ്റ് ചെയ്ത് പോയതാ, അത് ഇടാൻ മറന്നുപോയി മാപ്പിൽ. അങ്ങനെ അത് മിസ്സായി. പിന്നെ ഒരു കോളേജ് ഇന്ന് അവധിയായിരുന്നു, അവിടെ കൊടുക്കാനും പറ്റിയില്ല. ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ട്. അതെ, ഭാഗ്യം പോലെ ഉണ്ടാവും. ഏപ്രിലാകുമ്പോഴാണ് വേക്കൻസി ഉണ്ടോ ഇല്ലെന്ന് അറിയാം. ഇതിപ്പോ ഫെബ്രുവരി അല്ലേ ആയിട്ടുള്ളൂ. എന്താ ബാബുക്കുട്ടി നേരത്തെ തുടങ്ങിയോ അഭ്യാസം? മാമണ്ണാണോ? ആ സാരല്ല, തന്റെ കാർട്ടൂൺ ഓടിക്കൊണ്ടിരിക്കുക അല്ലേ? അതൊക്കെ ഓണായിക്കോളും. എന്താ പറ്റിയോ? അടുത്ത് പോയി ഞെക്കി നോക്കാം. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇറങ്ങിപ്പോയോണ്ട് കറി കൂട്ടാനും ഉപ്പേരി ഒന്നും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലല്ലോ. ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ? അടിപൊളി. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കുള്ളൂ. ഇന്ന് രാവിലെ പോയതാ, 12:30 കഴിഞ്ഞോ. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഫുള്ള് വെയിലത്ത് ഓടടാ ഓട്ടം, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട്. അയ്യോ, ചെന്നൈയിലെ വെയിലിൽ ഓടുക എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, താങ്ങൂല, നല്ല ചൂടാ. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ചെറുപയർ ദോശ തന്നെ പിന്നെ ഉണ്ടാക്കി. കുട്ടി അമ്മയൊക്കെ ചോറാണ് കഴിക്കുന്നത്. ഇത് കഴിക്കുകയാണെങ്കിൽ ഷുഗറും കൊളസ്ട്രോളും കൂടും എന്നുള്ളൊരു ടെൻഷനേ നമുക്ക് വേണ്ട. എന്നാൽ ഈ ചോറ് കഴിക്കുമ്പോൾ അതല്ല അവസ്ഥ. ഇതാണ് ഏറ്റവും ഹെൽത്തി. 4 മണിയാകുമ്പോഴേക്ക് അമ്മൂനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പോകണം. അപ്പം അതിനുമ്പോൾ കുറച്ച് നേരം ഉണ്ട്, ഒന്ന് കിടന്നുറങ്ങണം. കാരണം ഒരു 9 മണി 9:30 തൊട്ട് തുടങ്ങിയതാണ്. 12:30 വരെ വെയിലത്തായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെയായിരുന്നു എല്ലാ കോളേജിലേക്കും ആയിട്ട്. ക്ഷീണിച്ചു പോയി. ഇനി അമ്മൂനെ കൊണ്ടുവരാൻ 4 മണിക്കല്ലേ, അതുവരെ കിടന്നുറങ്ങുക. വൈകിയ ഭയങ്കര ടയർഡ്നെസ്. വീഡിയോയിൽ എടുക്കാനാണോ? നിങ്ങൾ അതും കൂടി എത്തി കാണിക്കും. വീഡിയോ ഒന്നും ഇവിടെ ഇടണ്ട കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. കുറച്ച് ഡീപ്പായിട്ട് തന്നെ അല്ലെന്ന് പറഞ്ഞു. കുറച്ച് ഡീപ്പായിട്ട് തന്നെ അല്ല്. ഇന്ന് വെള്ളം പെടാതെ നോക്കണം എന്ന് പറഞ്ഞു. വീട്ടിൽ പോയിട്ട് ഇത് നൈറ്റ് റിമൂവ് ചെയ്തിട്ട് ടി ബാഗ് ഇടാൻ പറഞ്ഞു. കണ്ണ് തട്ടിയതല്ല, കണ്ണിന്റെ അവിടെ ഒരു കുരു ഉണ്ടായിരുന്നു. ഒരു കുരു പോലെ സാധനം ഇങ്ങനെ വളർന്ന് വരുന്നുണ്ടായിരുന്നു. ആ സാധനം ചെറിയൊരു ഓപ്പറേഷൻ പോലെ അതങ്ങോട്ട് കരിച്ചു കളഞ്ഞു. അതാണ് ഇപ്പൊ അത്. കണ്ടോ, ഇതിങ്ങനെ വളർന്നു വരുന്നുണ്ട്. അത് കൈയും കാലൊക്കെ തൊടുന്ന സമയത്ത് വേദന എടുക്കുകയാണ്, അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനു വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് കയറി. പിന്നെ അതാ ഒരു ലോഡ് പച്ചക്കറി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ, ഒക്കെ കഴിഞ്ഞില്ലേ. ഞങ്ങളതിന് പുറത്തുനിന്ന് കഴിച്ചു. കുഞ്ഞാവയ്ക്ക് ഒരു കഷ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ആശുപത്രി കൊണ്ടുവരണോ? അമ്മയ്ക്ക് സൂചി വെച്ചു. ഇങ്ങോട്ട് വാ പുറത്തോട്ട്. അമ്മയ്ക്ക് സൂചി വെച്ചു മുഖത്ത്. നോക്ക്, മുഖത്ത് ഒരു സൂചി വെച്ചു. ചെറുതിന് അതുപോലെ ഒരു സൂചി വെച്ചേരട്ടെ. ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒറ്റ കുത്ത് ആണോ? ഒരു സൂചി കൊടുത്ത്, പിന്നെ രണ്ടാമതൊരു കുത്തിയും കൊടുത്തിട്ട് പുറത്തേക്കിനെ എടുത്തു ആ കുരു. അങ്ങനെ കുറേ കാലത്തെ കഷ്ടപ്പാട്, അല്ലെങ്കിൽ എന്താ പറയുക, തോർത്താൻ പറ്റുന്നില്ല അല്ലേ? ടവലെടുത്ത് തോർത്തുന്ന സമയത്ത്, കൈ തട്ടുന്ന സമയത്ത്
വേർക്കുമ്പോൾ അങ്ങനെ തുടയ്ക്കുമ്പോൾ അതിൻ്റെ അപ്പം നല്ല വേദന. കണ്ണാട അങ്ങനെ വെക്കുമ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടിട്ട് വേദന. ഒരു ഇഞ്ചക്ഷൻ ബാക്കിയുണ്ട്, തരട്ടെ? വാക്സിനേഷൻ 5-6 വയസ്സിന്റെ ഉള്ളിൽ ഒന്ന് ചെയ്യാണ്ട്, അത് ഒരെണ്ണം തരട്ടെ? ആ പിന്നെ ഇഞ്ചക്ഷൻ വെക്കണ്ടേ ഡോക്ടറെ പോകുമ്പോ? അതല്ലേ അതിന്റെ ഒരു ഭംഗി. ഒരെണ്ണം കുത്തിയാലോ? ഒരു ഇഞ്ചക്ഷൻ എടുക്കട്ടെ? അച്ഛന് വേണ്ട, വാവയ്ക്ക് തരട്ടെ? അച്ഛൻ വാവയുടെ മൂട്ടിൽ കുത്താനോ? അതെന്താ? അച്ഛൻ കുത്തിയ വേദന എടുക്കില്ലേ? ശരി, ഒരു ഉറുമ്പ് കടിച്ച വേദന. ഓക്കെ ആണോ? നമുക്ക് മാർച്ച് ആവുമ്പോ പോയിട്ടൊന്ന് ഇഞ്ചക്ഷൻ വെച്ചിട്ട് വരാം അല്ലേ? ഇവൾക്ക് വാക്സിനേഷൻ ഉണ്ടല്ലോ, അത് മെയ് മാസത്തിന് മുമ്പ് ചെയ്യാം. പഴം വേണ്ടേ ചോത്തിന്? വാവയ്ക്കും അച്ഛനും ഓരോന്ന് പകുതി ഷെയർ ചെയ്യില്ലേ? 1/2. ഓക്കെ? തിങ്കളാഴ്ചക്ക് ആവും. ഇത് പെട്ടെന്ന് കഴിയൂടാ. ഇത് ഫ്രിഡ്ജിൽ വെച്ചായിരിക്കുവോ? എന്താ ചെയ്യാ? നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കുക, അവൻ അവന്റെ വീട്ടിലുള്ള വീട്ടിലുള്ളവർക്ക് നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് അവർക്ക് ചവിട്ടി പുറത്താക്കണതാണ്. പോടാ ക്ലാസ്സിന്, ഇന്ന് ക്ലാസ്സില്ല. അത് പള്ളി പറഞ്ഞാൽ മതി, വീട്ടിൽ പോ, പക്ഷേ ക്ലാസ്സിൽ പോ എന്ന് പറഞ്ഞിട്ട് അടി വീടുകയാണ് വീട്ടിലത്തെ. അത്രയ്ക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ നല്ല കുരുത്തം കിട്ട ചെക്കനാന്നല്ലേ അതിന്റെ അർത്ഥം. ഇവിടെ തിരിഞ്ഞെന്നാ ആ ചണ്ടി നോക്കിയിട്ടൊന്ന് തരട്ടെ? നോക്കണോക്കാം. സൂചി പറഞ്ഞോ? അച്ഛൻ കുത്തി തരാലോ. ഞാൻ വിളിച്ചിട്ട് അവള് പറഞ്ഞു വീട്ടിൽ പോടാനില്ല, ആസ്പത്രിയിൽ പോവാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ കുറച്ചേരം പഠിച്ചിട്ട് ഞാൻ പൊക്കോളാന്ന്. ഓനതാ സംഭവം. വീട്ടിൽ എന്ത് പ്രശ്നമുണ്ട്? അവിടുന്ന് രക്ഷപ്പെട്ടു പോരണതാ ചെക്കനെ. വീട്ടിലിരിക്കണത് അത്ര സേഫ് ആയിട്ട് തോന്നണില്ല അവിടെ. എന്തോ കുഴപ്പമുണ്ട് അവിടെ വീട്ടില്. അപ്പൊ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ആ ചെക്കൻ വരണത് അങ്ങോട്ട്. എനിക്ക് അതാ തോന്നണത്. അല്ലെങ്കിൽ ഓൻ തരികടയാണ്, അല്ലെങ്കിൽ ഓരോ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആരുടെയോ എടുത്തു, അച്ഛൻ്റെ അടുത്തുനിന്നോ അമ്മയുടെ അടുത്തുനിന്നോ കുടിച്ചിട്ട് വരണ അച്ഛനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചിലപ്പോഴേ. അച്ഛൻ തുറത്തി വിടാത്ര, അമ്മയും സ്ട്രിക്റ്റ് ആത്ര. അതാണ് പാവം. അല്ല, അവന്റെ കയ്യിലിരിപ്പോണ്ടാണല്ലോ സ്വഭാവം. അവൻ പഠിക്കില്ല, വീട്ടിലിരുന്നാലും പഠിക്കില്ല. അതുകൊണ്ട് അയച്ചു വിടാം, എവിടെയെങ്കിലും പോയി പഠിക്കട്ടെ വെച്ചിട്ട്. അങ്ങനെ കുറെ ദിവസമായിട്ടുള്ള അമ്മുവിന്റെ ആ ഒരു വേദനയ്ക്ക് ഒരു ആശ്വാസമായിട്ടുണ്ട്. ഈ പെയിനും കൊണ്ട് കുറെ ദിവസമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏതായാലും സമാധാനമായി. അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന് അല്ലെങ്കിൽ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ പിന്നെ ബാക്കിയുള്ളവരുടെയും കൂടി സമാധാനം പോയി കിട്ടുമല്ലോ. ഇപ്പൊ ഏതായാലും നല്ല റിലീഫ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.